അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു ടിഫിൻ ബോക്സിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു എഗ് സാൻഡ്വിച്ചാണ്. എഗ്ഗിൻ്റെ കൂടെ തന്നെ ബീഫ് ഉണ്ടായതുകൊണ്ട് ബീഫ് ഫ്രൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ച് റെസിപ്പി ഈസി ആയിട്ട് സ്കൂളിലേക്കെല്ലാം ടിഫിൻ ബോക്സിൽ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇത് തയ്യാറാക്കാൻ നോക്കാം. ആദ്യം ഒരു ഫ്രൈങ് പാനിൽ ജസ്റ്റ് 4 ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം. ബ്രെഡിന് ഞാൻ ബട്ടറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് പ്ലെയിൻ ടോസ്റ്റാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈസി ആയിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ ഇത് 2 സൈഡും കൂടിയിട്ട് ഇങ്ങനെ ബ്രെഡ്, ഇത് സാൻഡ്വിച്ച് ബ്രെഡല്ല, നോർമൽ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, നല്ല കുറച്ച് ഫില്ലിംഗ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ബ്രെഡ് ആകെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് സൈഡാക്കി വെക്കുക ചൂടോടെ തന്നെ. പിന്നെ ഈ ഫ്രൈങ് പാനിൽ തന്നെയാണ് നമ്മൾ പിന്നെ മുട്ട ഓംലെറ്റ് ആക്കുന്നത്. ഓംലെറ്റ് എന്ന് പറയുമ്പം പല രീതിയിലും ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ആദ്യം 2 ടീസ്പൂണിൻ്റെ അത്ര കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓംലെറ്റിന് ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ഉപ്പും റെഡ് ചില്ലി ഫ്ലേക്സ് ഉണ്ടായിന് അതും ആഡ് ചെയ്തിട്ടാണ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നത്. ഇതൊരു സ്ക്വയർ ഷേപ്പ്, നമ്മൾ സാൻഡ്വിച്ചിൻ്റെ ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്നതില്ലേ, അപ്പം ഇങ്ങനെ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. എന്നിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച 2 ബ്രെഡ് ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചിടുന്നത്. ഇടുമ്പം ആ അടിഭാഗം കുറച്ച് നല്ല ടോസ്റ്റായിട്ട് കിട്ടും. ഫ്ലെയിം ചെറിയ ഫ്ലെയിമിൽ ഈ സമയമാകുമ്പോൾ ഒന്ന് ഇട്ട് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് സംഭവം തേച്ച് റെഡിയാക്കുന്നത്. എന്നിട്ട് നമ്മൾ മുട്ട ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. മുട്ടേണ്ടത് നിങ്ങൾക്ക് ഉള്ളി, പച്ചമുളക്, കരിവേപ്പില എന്തെങ്കിലും വേണമെങ്കിൽ ഇടാം. പക്ഷേ എൻ്റെ കുട്ടികളൊക്കെ അതൊന്നും കഴിക്കാറില്ല. അതുകൊണ്ട് ജസ്റ്റ് ഉപ്പും റെഡ് ചില്ലി ഫ്ലേക്സ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ബീഫ് ഫ്രൈ ഉള്ളതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത്. അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ കറി പീസൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ രാവിലത്തേക്ക് നിങ്ങൾക്ക് ഇതിങ്ങനത്തെ ചെയ്ത് വെക്കാം. എന്നിട്ട് 4 സ്ലൈസസ് ടൊമാറ്റോ തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് ചീസാണ്. ചീസും ടൊമാറ്റോ കെച്ചപ്പ് സാഷി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുന്നതാണ്. 2 സാഷിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കുട്ടികളെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം. ഇപ്പം തക്കാളി ഇഷ്ടപ്പെടാത്ത ആളാണെങ്കിൽ ടൊമാറ്റോ സോസ് മാത്രം ഇങ്ങനെ വെച്ച് കൊടുക്കുക, കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചീസാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ചീസ് ജസ്റ്റ് ഞാനിപ്പോൾ യൂസ് ചെയ്തത് ചെഡർ ചീസാണ്. നിങ്ങളടുത്ത് ഏത് ചീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതും കൂടി ക്രീം ചീസ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്കിങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാൻ ബാക്കിയുള്ള ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. 4 സ്ലൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈസി ആയിട്ട് തന്നെ എനിക്ക് 2 സാൻഡ്വിച്ച് നല്ല ഫില്ലിംഗ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വേറെ കാര്യമായിട്ടൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് സൗകര്യത്തോടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് ആഡ് ചെയ്ത് സിമ്പിളായിട്ട് പെട്ടെന്നാവുന്ന ഒരു ടിഫിൻ ബോക്സ്, സ്നാക്സ് ബോക്സിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടിപൊളിയായിട്ട് ചീസ് മെൽട്ടാകുന്ന വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇത് ഇപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാൽ പിന്നെ നല്ല നീറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈസി ആയിട്ടുള്ള എങ്ങനെയാണ് നമ്മൾ രാവിലെ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക.